ന്യൂസിൽ നമുക്കിന്ന് അതിഥിയായിട്ടുള്ളത് ചൈനയിൽ നിന്നുള്ള ഹരീഷ് വസന്ത് ആണ്. ഹരീഷ് വസന്ത് കഴിഞ്ഞ 12 വർഷമായി ചൈനയിൽ താമസിക്കുന്ന ആളാണ്. നാട്ടില് തൃശ്ശൂരാണ്. ഹരീഷ്, വെൽക്കം. താങ്ക് യു. ഹരീഷ്, നമുക്ക് ആക്ച്വലി ഈ ഒരു ടോക്കില് COVID-19 പറ്റി തന്നെയാണ് ഒബ്വിയസ്ലി നമ്മുടെ സംശയങ്ങളുള്ളത്, ചോദ്യങ്ങളുള്ളത്. അപ്പം ആദ്യമായിട്ട് ചൈനീസ് ന്യൂ ഇയറും ഈ കോവിഡ് പാൻഡമിക്കും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതിനെ ഹരീഷ് എങ്ങനെ കാണുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ. ചൈനീസ് ന്യൂ ഇയറും കോവിഡും തമ്മിലൊരു അഭേദ്യമായൊരു ബന്ധമുണ്ട് ആക്ച്വലി. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഒരു സ്കെയിലാണത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചൈനയിൽ വരാത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു സ്കെയിൽ എത്രമാത്രം വലുതാണെന്ന് ഒരുപക്ഷെ അറിയണമെന്നില്ല. അപ്പം ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചൈനീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം എന്ന് പറഞ്ഞാണെങ്കിൽ ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൈമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫാമിലി ഓറിയൻറ്റഡ് ആണ്. ഫാമിലി ഐഡൻറ്റിറ്റീനെ ഒരുപാട് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ചൈനീസ് എന്ന് പറയുന്നത്. അപ്പം ഭൂരിഭാഗം ആൾക്കാരും ആക്ച്വലി ടയർ 1, ടയർ 2 സിറ്റീസിലൊക്കെ വർഷം മുഴുവൻ വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ തിരിച്ച് ഈ ഒരു 1 month എന്ന് പറയുന്നത് ഒരു ഹോൾ കൺട്രി ഒരു സ്റ്റാൻഡ് സ്റ്റില്ലായി വരുന്നൊരു ഇവൻ്റാണത്. അപ്പം ഈ ഒരു സമയത്ത് ഒരു മില്യൺസ് ഓഫ് പീപ്പിൾ ആക്ച്വലി ചൈനയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നൊരു വലിയൊരു പ്രോസസ്സാണത്. അപ്പം ആ ഒരു സമയത്താണ് ആക്ച്വലി ഇത് ട്രിഗർ ആവുന്നത്. യെസ്. ഓക്കെ, അപ്പോൾ ഈ ട്രാവൽ എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ചൈനയിലേക്ക് വരികയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വിത്തിൻ ചൈനയിൽ നിന്ന് ആൾക്കാർ പല സിറ്റികളിലേക്ക് അല്ലെങ്കിൽ പല പ്രൊവിൻസിലേക്ക് ട്രാവൽ ചെയ്യുകയാണോ ചെയ്യുന്നത്? ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഈ സമയത്ത് ആക്ച്വലി ഹോൾ ചൈന ട്രാവൽ ചെയ്യാണ്. അതായത് ഇപ്പം ഗ്വാങ്ജോൽ, ഞാനിപ്പോൾ ഉള്ളത് ഗ്വാങ്ജോലാണ്. ഗ്വാങ്ജോലുള്ള ഒരാൾ ആക്ച്വലി ബെയ്ജിങ്ങിലേക്കായിരിക്കും പോകുന്നത്, അതല്ലെങ്കിൽ ഹെബൈ അല്ലെങ്കിൽ വുഹാൻ, ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലേക്ക് ചൈനയുടെ ഭാഗങ്ങളിലേക്ക് ഷഫിൾ ചെയ്യപ്പെടുകയാണ് ആക്ച്വലി ഈ ചൈനീസ് ന്യൂ ഇയറിൽ സംഭവിക്കുന്നത്. മാത്രമല്ല ഈ എക്സ്പാക്ട് കമ്മ്യൂണിറ്റി ഉണ്ട് ചൈനയുടെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയാലും അതുപോലെ തന്നെ ന്യൂയോർക്കിൽ പോയാലൊക്കെ ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞുള്ളത് നമുക്കറിയാം. അപ്പം അവിടെയുള്ള എല്ലാവരും ഈ തിരിച്ച് ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്ത് തിരിച്ച് ചൈനയിൽ വരികയും അവരുടെ ഒരു ജനറേഷൻസ് ഉണ്ട്, അതായത് ഓൾഡ് ജനറേഷൻ അതുപോലെ തന്നെ യങ്ങർ ജനറേഷനൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്, ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഫാമിലി റീയൂണിയൻ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ വുഹാനിലാണ് ഈ ഒരു ഇതിന്റെ ഒരു എപ്പി സെന്റർ എന്ന് പറയുന്നത് വുഹാനാണ് അല്ലെ? അപ്പൊ വുഹാൻ എത്രത്തോളം ക്രൗഡഡ് ആണ്? അവിടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്നും കുറെ അധികം ആൾക്കാർ ഈ പഠന ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുള്ള ഒരു ടൗൺ ആണ് വുഹാൻ എന്ന് പറയുന്നത്. അപ്പൊ വുഹാൻ ഒരു എപ്പി സെന്റർ ആയിട്ട് നിൽക്കുകയും ചൈനയുടെ ബാക്കിയുള്ള നഗരങ്ങളിൽ, അതായത് ബീജിംഗ് പോലെ അല്ലെങ്കിൽ ഷാങ്ഹായ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് അത്രയധികം പടർന്ന് പിടിക്കാണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചില നഗരങ്ങളിൽ മാത്രം ഇത് പടർന്നു പിടിക്കുകയും മറ്റു നഗരങ്ങളിലേക്ക് ഇത് എത്താതിരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു മെയിൻ റീസൺ എന്തായിരിക്കും? ഇതിന് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഇതിലെ ആ സീ ഫുഡ് മാർക്കറ്റിൽ നിന്നാണ് ആക്ച്വലി ഇത് ട്രിഗർ ചെയ്യുന്നത്. അത് എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. പല റൂമേഴ്സും അതുപോലെ തന്നെ പല കോൺട്രവേഴ്സീസും അതിനെ പറ്റിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല ആക്ച്വലി. സോ ഒരു സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ് കൂടെ നമ്മൾ അതിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വൈൽഡ് ആനിമൽസിൻ്റെ ഒരു ട്രേഡ് അത് ചൈനയുടെ ഒരു പൊതു സ്വഭാവമാണ് ആക്ച്വലി. വുഹാൻ മാത്രമല്ല, ചൈനയുടെ ഏതൊരു പ്രൊവിൻസിൽ പോയാലും ഏതൊരു സിറ്റിയിൽ പോയാലും നമുക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഗ്വാങ്ജോയിൽ പോലും പല ഈ ഇത്തരത്തിലുള്ള സീ ഫുഡ് മാർക്കറ്റുകൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വൈൽഡ് ആനിമൽസിനെ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റുകൾ നമുക്കവിടെ ഉണ്ട്. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആനിമൽസിനെ നമുക്കവിടെ കാണാൻ പറ്റും. അതൊരു ചൈനയുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. ഒരുപാട് പേർ ഇപ്പോൾ പട്ടിയാണെങ്കിലും പട്ടി വിൻ്ററിൽ അവർ കഴിക്കുന്ന ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. നേരത്തെ പറഞ്ഞ പോലെ സയൻറ്റിഫിക് പെർസ്പെക്റ്റീവോടെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ ഉദാഹരണത്തിന് ബാറ്റാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് ഇപ്പം സയൻസ് പറയുന്നു. അപ്പം യുന്നാൻ എന്ന് പറഞ്ഞുള്ളൊരു പ്രൊവിൻസ് ഉണ്ട്. യുന്നാനിലൊരു കേവാണ് അവിടുത്തെ ഒരു കേവിൽ ഇത്തരത്തിലുള്ള ബാറ്റുകൾ ഒരുപാടുള്ളൊരു സ്ഥലമാണത്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രകാരം എല്ലാ കൊല്ലവും ഇതുപോലെ ആ പ്രദേശത്ത് വസിക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസൊക്കെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതൊരു മാസീവ് സ്കെയിലേക്ക് എങ്ങനെ ഒരു സൂണോട്ടിക് അല്ലെങ്കിൽ ഒരു ആനിമലിൽ നിന്നൊരു മനുഷ്യനിലേക്കുള്ളൊരു ജമ്പ് എങ്ങനെ സംഭവിച്ചു ഉള്ളതാണ് നമ്മുടെ ഒരു ചോദ്യം. അപ്പം അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജീവികൾ അവർ പിടിച്ചുകൊണ്ട് വരികയും ഇങ്ങനത്തെ ഒരു സീ ഫുഡ് മാർക്കറ്റിൽ അവർ ട്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ സീ ഫുഡ് അല്ലെങ്കിൽ വെറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരുപാട്
ജീവികൾ അതിലുണ്ടായിരിക്കും. അപ്പം ബാറ്റിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഈ കൊറോണ വൈറസ് ഓൾറെഡി ഉള്ള ഇത്തരത്തിലുള്ള ബാറ്റിനെ കൊണ്ട് നമ്മളിവിടെ ഈ വെറ്റ് മാർക്കറ്റിലിട്ട് വിൽക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമീപത്തുള്ള തൊട്ടടുത്തുള്ള മറ്റുള്ള ആനിമൽസിനൊക്കെ തന്നെ ഇതൊരു എഫക്റ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അതിൽ കൂടെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയൊരു ട്രിഗർ സംഭവിച്ചതെന്ന് ഒരു വശം അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ്, സയൻസ് എന്ന് പറഞ്ഞൊരു പെർസ്പെക്റ്റീവിൽ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ അതാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. നമുക്ക് വരും ദിവസങ്ങളിലോ മാസങ്ങളിലോ ഒക്കെ അതിൻ്റെ ഉത്തരം, കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടാം. ഈ ജാനുവരി 25 ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേഷൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ മുമ്പ് തന്നെ അവിടെ ലോക്ക്ഡൌണിലേക്ക് പോയി. അതിന്റെ മുമ്പ് തന്നെ ഈ ഒരു സ്പ്രെഡ് ഉണ്ടായി അല്ലേ? അതും ഒരു കോൺട്രവേഴ്സിയലാണ്, അല്ലെങ്കിൽ നമുക്കൊരു വളരെ ക്ലാരിറ്റി കിട്ടാത്ത ഒരു ഏരിയ ആണ് ആക്ച്വലി. ഇത് വളരെ മുമ്പ് തന്നെ ഇത് ആക്ച്വലി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മളിപ്പം വാർത്തകളൊക്കെ വായിച്ച പോലെ ഇപ്പം ലിവൻ ലിയാങ് എന്ന് പറഞ്ഞ ഡോക്ടർ ഇത് ഓൾറെഡി ഇത് ഈ ന്യൂമോണിയ പോലെ, സാഴ്സിൻ്റെ പോലെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിംറ്റം വരുന്ന രോഗികളിൽ കണ്ടെത്തിയ ഉടനെ തന്നെ അത് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുകയും, പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഗവൺമെൻറ് വേണ്ടത്ര ഒരു ശ്രദ്ധ അതിൽ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റും. ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡിലേ അവിടെ സംഭവിച്ചിട്ടുണ്ട് ആക്ച്വലി. നമ്മൾ അറിയുന്നത് ലോക്ക്ഡൗണോട് കൂടിയാണ് ആക്ച്വലി ചൈന മൊത്തം അറിയുന്നത്, അല്ലെങ്കിൽ ലോകം മൊത്തം അറിയുന്നത്. WHO ഇപ്പം ചൈന ഇൻഫോം ചെയ്യുകയാണ് ഇത്തരത്തിലുള്ളൊരു ഈ വൈറസ് ഒരു പോസിബിലിറ്റി WHO അറിയിക്കുന്നതോടുകൂടിയാണ് നമ്മൾ പുറം ലോകം ഇതിനെപ്പറ്റി അറിയുന്നത്. പക്ഷെ അതിന് മുമ്പ് എപ്പോഴാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഡിസ്കവറി എന്നുള്ളത് ഇപ്പോഴും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു അറിവ് അതിനെ പറ്റിയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. ഓക്കെ, നമ്മൾ ലോക്ക്ഡൌണിനെ പറ്റി പറയുമ്പോൾ ഇപ്പം ഈ ഒരു രാജ്യം മൊത്തം ലോക്ക്ഡൌൺ ആകുക, അല്ലെങ്കിൽ ലോകം മൊത്തം ലോക്ക്ഡൌണിലേക്ക് പോകുക, നമുക്ക് വളരെ വളരെ എന്താ പറയാ ഫസ്റ്റിലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ? നമ്മുടെ ലൈഫ് ടൈമിൽ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ കൂടെ പോയിട്ടില്ല. പക്ഷെങ്കിൽ നിങ്ങളിപ്പം അവിടെ ലോക്ക്ഡൌൺ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ചൈനയിലുള്ളത്. അപ്പൊ ആ ലോക്ക്ഡൌൺ പീരീഡിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്തായിരുന്നു? കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ഗവൺമെന്റ് ഏത് രീതിയിലാണ് ലോക്ക്ഡൌണിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ജനങ്ങൾ എങ്ങനെയാണ് അത് കൺസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ശോഷം പറഞ്ഞ പോലെ തന്നെ ഇതൊരു അൺപ്രസിഡന്റഡ് ആണ്. അതായത് നമ്മളിപ്പം ഈ ഒരു ജനറേഷനിലോ അല്ലെങ്കിൽ ഇതിന് മുമ്പോ ഒന്നും ഇത്രമാത്രം ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇവന്റിനെ നമ്മുടെ ഹ്യൂമാനിറ്റി തന്നെ ഫേസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഈവൻ ന്യൂസ് ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ അതിനൊരു ലാഘവത്വത്തോടു കൂടി തന്നെ എടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഈ വൈറസിൻ്റെ ഒരു ഭീകരതയൊന്നും നമുക്കും ആ സമയത്ത് നമുക്ക് ഓർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല ഒരിക്കലും. അപ്പം 23rd ഈ ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷനാണ്, ഇവിടെ ന്യൂ ഇയർ ഈവിൻ്റെ സമയമാണിത്. അപ്പം അപ്പോഴൊക്കെ ഈവൻ മാസ്ക് ഇട്ടാണെങ്കിൽ പോലും ഞാൻ പുറത്ത് തന്നെയാണ് മുഴുവൻ സമയം. അങ്ങനെ ഒരു 24th കഴിഞ്ഞ് ന്യൂ ഇയറിൻ്റെ സമയമൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു, വാർത്തകൾ കൂടിക്കൂടി. പിന്നീടാണ് ഒരു ലോക്ക്ഡൗണിലേക്ക് പോകുന്നത്, വുഹാൻ ലോക്ക്ഡൗണിലേക്ക് പോകുന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വളരെ നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്. അതായത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ഫുഡാണെങ്കിലും സപ്ലൈ ചെയിൻ ആണെങ്കിലും എല്ലാം വളരെ ഒരു സ്ട്രീം ലൈൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. ഇന്ത്യയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന. സ്വാഭാവികമായിട്ട് ലോക്ക്ഡൗൺ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഉള്ളിലേക്ക് വരിക നമ്മുടെ സപ്ലൈ കട്ടാവുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫുഡ്, അതല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി, അതല്ലെങ്കിൽ വാട്ടർ, ഇതാണ് നമ്മുടെ എസെൻഷ്യൽസ് എന്ന് പറയുന്നത്. ഈ എസെൻഷ്യൽസ് നമുക്ക് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ആദ്യം ചെയ്യുക, ഇനീഷ്യലി നമ്മുടെ സ്റ്റോക്ക് പൈൽ ചെയ്യാൻ നോക്കും. നമ്മൾ ഒരു മാസത്തേക്കോ 2 മാസത്തേക്കോ സ്റ്റോക്ക് പൈൽ ചെയ്യാൻ നോക്കും നമ്മൾ. പക്ഷേ ഒരു തരത്തിലും ആ ഒരു രീതിയിലൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നില്ല ഇവിടെ, മനസ്സിലായില്ലേ? ഇപ്പം ഇവിടെ ഈ ഓൺലൈനാണ് ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം. അതായത് ഇപ്പം ഇതൊരു എക്സാജറേഷൻ അല്ല. ഒരുപക്ഷെ നമ്മൾ 1 മാസം നമ്മൾ പുറത്തിറങ്ങി 2 മാസം നമ്മൾ പുറത്തിറങ്ങില്ല എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്കിവിടെ. കാരണം എവറിത്തിങ് ഈസ് ഓൺലൈൻ. അങ്ങനെയുള്ളൊരു രാജ്യമാണ് ചൈന. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്ക്ഡൗൺ എന്ന് പറയുമ്പം അങ്ങനെ ഈ ഒരു സ്പേസിൽ നമ്മൾ കൺഫൈൻഡ് ആണ് എന്നതിനുപരിയായിട്ട് വേറെ പ്രത്യേകിച്ച് അതിലൊന്നുമില്ല അതിൽ. പക്ഷെ വാർത്തകൾ നമുക്ക് കേൾക്കുന്നതൊക്കെ ഒരു വളരെ ഭീതി കലർന്നതാണ്. പക്ഷേ ഈ സപ്ലൈ നമുക്ക് ബ്രേക്ക് ആവാത്തോടത്തോളം കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അതിൽ ഈ മാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മള് ചൈനയ്ക്ക് പുറത്ത് നിന്ന് ചൈനനെ കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, അവിടെ
മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, ഇതൊക്കെ കുറെ കൂടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇന്ത്യ പോലെയോ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളെ പോലെയോ അല്ല. അവിടെ ഗവൺമെന്റ് ഒരു സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ ഓരോ ആൾക്കാരുടെയും ഇൻഡിവിജ്വൽ സ്വാതന്ത്ര്യങ്ങളിൽ കൈകടത്തുന്ന രീതിയിലേക്ക് വരെയുള്ള ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതാണ് നമ്മൾ പുറമേ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അതില് ഇപ്പൊ നമ്മളത് ഇന്ത്യ ആയിട്ടോ അല്ലെങ്കിൽ കേരളമായിട്ടോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ ദിവസവും CM-ന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ട്. അദ്ദേഹം അത് ബ്രീഫ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ അടുത്ത് തുറന്നു പറയാണ്. നമ്മൾ കൗണ്ട് ഇത്രയാണ്, ഇത്ര ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ഇത്ര ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ലെവലത്തെ ബ്രീഫിംഗ് CM-ന്റെ ലെവലിൽ നടക്കുന്നുണ്ട്. പ്രൈം മിനിസ്റ്ററിന്റെ ലെവലിൽ അദ്ദേഹവും ജനങ്ങളുമായിട്ട് സംവദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രീതിയിൽ അദ്ദേഹം സംവദിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചൈനീസ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പുറത്ത് നമുക്ക് നോക്കുമ്പം നമുക്ക് തോന്നാവുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് തോന്നാം. നമുക്ക് അതിലൊരു കൺട്രോൾ ക്യാപിറ്റലിസം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ റോഷൻ പറഞ്ഞ പോലെ ഇപ്പം കേരളത്തിലാണെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ട്രോൾ ചെയ്യാനോ അതിനൊക്കെ ഒരു വളരെ ഫ്രീഡം ഉണ്ട്, ഇൻഡിവിജ്വൽ ഫ്രീഡം. അതിലൊരു മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ കേരളത്തിലായാലും ഇന്ത്യ ഒട്ടാകെ. ചൈനയിലേക്ക് വരുമ്പം അതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷനോട് കൂടിയാണ്. ഒരുപാട് ഇപ്പം ഉദാഹരണത്തിന് ഫേസ്ബുക്കോ ട്വിറ്ററോ യൂട്യൂബോ ഇതൊന്നുമില്ലാതെ ഒന്നുമില്ലാത്തൊരു രാജ്യമാണിത്. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഒരു ഹോട്ടൽ റൂമിൽ നമ്മൾ പോവുകയാണെങ്കിലും അവിടെ വെച്ചുള്ളൊരു TV ആണെങ്കിലും ഇൻ്റർനാഷണൽ ചാനലുകളൊന്നും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ളൊരു സ്ക്രീനിങ് ചൈനയുടെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഇൻസ്ട്രക്ഷനും അതുപോലെ തന്നെ ഐഡിയകളും അതൊക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അതിൽ ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഒരു തരത്തിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ അത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇവിടെ നടക്കുന്നില്ല. അപ്പം ഈ കൊറോണ വൈറസ് എന്നല്ല, ഏതൊരു ഇവൻ്റ് ആയാലും അതിലൊരു റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഇത്രമാത്രം ഒരു സുതാര്യമായിട്ടുള്ളൊരു റിപ്പോർട്ടിംഗ് ആണോ എന്നുള്ളത് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് അവിടെ ലോക്ക്ഡൗൺ ആയ ആ സമയത്ത് പോലും WHO ഒഫീഷ്യൽസ് വരികയും അത് വുഹാൻ മേക്ക് ഷിഫ്റ്റ് ഹോസ്പിറ്റൽ ഒരു 10 ദിവസം കൊണ്ട് പ്രീ ഫാബ്രിക്കേറ്റഡ് ഹോസ്പിറ്റലിൽ നമ്മൾ പണിയുന്നു കണ്ടു. അവിടേക്കുള്ളൊരു ആക്സസ് ഒന്നും ചൈന കൊടുക്കാനായിട്ട് പല ഘട്ടങ്ങളിലും വിസമ്മതിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടു. അപ്പം ഇത് ചൈനയുടെ ഒരു പൊതു സ്വഭാവമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യമോ ഒക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് സ്ക്രീൻ ചെയ്യപ്പെടുന്ന ഒരു സ്വഭാവവിശേഷമുള്ളൊരു രാജ്യമാണ് ചൈന. നമ്മൾ ഈ പുറത്ത് വരുന്ന ചൈനയുടേതായിട്ട് പുറത്ത് വരുന്ന ഫിഗേഴ്സിൽ നമ്മൾ അത്ര കണ്ടത് വിശ്വസിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഹരീഷിന്റെയും ഒരു വാദം എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എനിക്ക് തോന്നുന്നു. അല്ല, അതിനെ പറ്റിയിട്ട് നമുക്ക് വുഹാനിലൊരു ഡാറ്റ അതല്ലെങ്കിൽ അധികാരിയുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഒന്ന്, നമുക്ക് അതിൻ്റെ റിസോഴ്സസ് ഇല്ല നമുക്ക്. കാരണം ഈ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ അത് എല്ലാവർക്കും അവൈലബിൾ ആകുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതൊരു തരത്തിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആക്സസ് ഇല്ലാതിരിക്കുമ്പം അതൊരു വളരെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യത്തെ സമീപിക്കുമ്പോൾ നമുക്കതിനുള്ള ഇൻഫർമേഷൻ നമുക്ക് വളരെ കുറവാണ്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ചൈനയുടെ ഒഫീഷ്യൽ കൗണ്ടിൽ ഉദാഹരണത്തിന് പോസിറ്റീവായിട്ടുള്ള അസിംറ്റമാറ്റിക് പേഷ്യൻസിൻ്റെ ഉൾപ്പെടുത്തിയിരുന്നില്ല ആദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഈ ടെസ്റ്റുകൾ പലതരത്തിലുള്ള റാപ്പിഡ് ടെസ്റ്റ് ആയാലും പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, കൊറോണ വൈറസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വ്യക്തി പോസിറ്റീവ് ആണെന്ന് വരുമ്പോഴും ആൾ അസിംറ്റമാറ്റിക് ആണെങ്കിൽ അതൊരു ഒഫീഷ്യൽ കൗണ്ടിൽ ചൈന ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴാണ് അത് ആ ഡാറ്റ ഇപ്പോൾ പുറത്തുവിടുന്നത്. സോ ഇങ്ങനെ പലതരത്തിലുള്ളൊരു ചേഞ്ചസ് ഈ ഡാറ്റ റിപ്പോർട്ടിങ്ങിൻ്റെ ഉള്ളിൽ പല തവണയായിട്ട് സംഭവിച്ചിട്ടുണ്ട്. സോ ഇതൊരു കൺഫ്യൂഷൻ പലരിലും ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഉദാഹരണത്തിന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു റെഫറൻസ് മോഡൽ ഞാൻ പറയുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ സിംഗപ്പൂരിൻ്റെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സിംഗപ്പൂർ എങ്ങനെ ഈ കോവിഡിനെ അവരുടെ ഒരു ഡാറ്റ വിഷ്വലൈസേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഡാറ്റ പോയിൻറ്റ്സ് അതിലുണ്ട്. ആ ഒരു ഡാറ്റ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഇത്തരത്തിലുള്ള വളരെ വൈവിധ്യമായിട്ടുള്ളൊരു ഡാറ്റ പോയിൻറ്റ്സ് അവർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു 5 or 6 ഒരു കാറ്റഗറി മാത്രമല്ല, ജനറിക് കാറ്റഗറിയിലാണ് അവർ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്കത് ഉദാഹരണം നമുക്കറിയാം, ഇപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എത്ര പേര്, ഇപ്പം മരിച്ചവർ എത്ര പേര്, ഇപ്പോൾ ക്യൂർ ആയിട്ടുള്ളത് എത്ര പേര്, ഇത്തരത്തിലൊരു ജനറിക് ഇൻഫർമേഷനാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത്രയും ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ഈ ഡാറ്റയുടെ ഉള്ളിൽ. ആ ലെയേഴ്സിനൊന്നും ഒരു ഇൻകോപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തേക്ക് ഷെയർ ചെയ്യാനോ ഒന്നും അവർ ചെയ്തിട്ടില്ല. അത്
അപ്പം അതാണ് അതിലൊരു സംശയാസ്പദമാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ് ആക്ച്വലി. സോ ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഡാറ്റ എല്ലായിടത്തേക്കും ഷെയർ ചെയ്യപ്പെടണം എന്നുള്ളൊരു സിമ്പിൾ ലോജിക്കാണ് അതിൻ്റെ പിന്നിലുള്ളത്. കാരണം ഇവിടെ നിന്ന് ഈവൻ വുഹാനിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വൈറസ് ആണെങ്കിൽ പോലും അതിപ്പം ഇന്നൊരു ഗ്ലോബൽ ഇഷ്യൂ ആണ്. അത് ഒരുപാട് ആൾക്കാർ അതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ എത്തിക്സ് എന്നുള്ള എല്ലാത്തിനെയൊക്കെ ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാധ്യതയാണ്. അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പരസ്പരം സഹായിക്കുക എന്നുള്ളൊരു ഒരു ധർമ്മം കൂടി ഉണ്ട് അതിൽ. ആ ഒരു പോയിന്റിലാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഒരു മൊറാലിറ്റി ഇതിന്റെ ഒരു മോറൽ സൈഡിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നു. ഇതൊരു ഗ്ലോബൽ പാൻഡമിക് ആയിട്ട് മാറുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ചൈന അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഇതിനെ എതിർത്ത് തോൽപ്പിക്കണം എന്നുള്ളതാണ് ഒരു നോർമൽ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു ചിന്താഗതിയിൽ വരുന്ന ഒരു സംഭവം. പക്ഷെങ്കിൽ ഇതിന് ഉള്ള ചില തരത്തിലുള്ള പിന്നെ എന്താ പറയാ കോൺസ്പിരസി തിയറീസ്, ചൈനക്കെതിരായിട്ട് വരുന്ന ചില കോൺസ്പിരസി തിയറീസ് വരുന്നുണ്ട്. അതായത് ഇതൊരു ബയോ വെപ്പൺ ആയിരുന്നു. ചൈന ഒരു ലോകം കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തേർഡ് വേൾഡ് വാറിന് വേണ്ടിയിട്ട് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലത്തെ പല തിയറീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് ഹരീഷ് കാണുന്നത്? നമുക്കെല്ലാം അറിയാം, നമുക്കൊരു ഒരു പവർ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് ഞാനും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. നമുക്കറിയാം അമേരിക്ക ആയിരുന്നു ഒരു സൂപ്പർ പവർ. നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ആക്ച്വലി. അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് അതായിരിക്കും ആക്ച്വലി 20 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ സംഭവിക്കുക, അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ഇന്ത്യയിൽ സംഭവിക്കുക. ഇങ്ങനെയായിരുന്നു കുറേ നാളുകൾ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റോടുകൂടി നമ്മളെല്ലാവരും ഒരു കണക്റ്റഡ് ആണ് ആക്ച്വലി. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ 20 കൊല്ലം മുമ്പ് നമ്മളിപ്പം ബ്രിട്ടനിലെ ഇതുമാതിരി ഒരു പാൻഡമിക് നടക്കുകയാണെങ്കിൽ തന്നെ ആരും അറിയില്ല ആക്ച്വലി. ഇപ്പോൾ കേരളത്തിലിരുന്ന ഒരാൾക്ക് ആ ഒരു ന്യൂസ് അവൈലബിൾ ആവാൻ ഉള്ള ഒരു സാധ്യത ഇല്ല എന്ന്. അപ്പം ഇന്ന് നമ്മളൊരു കണക്റ്റഡ് വേൾഡാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ചൈനയുടെ ഒരു എമേർജിങ് ഒരു 30 yearsൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ പവറായിട്ട് ചൈന വരികയാണ്. ചൈനയുടെ നമ്മൾ നോക്കുമ്പം ഒരു മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ അല്ല ഇപ്പം നമ്മൾ നോക്കി കാണേണ്ടത്. കാരണം ചൈന അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആക്ച്വലി. ഇപ്പം നമ്മളിപ്പം നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു വലിയൊരു കൺസെപ്റ്റിലാണ് നമ്മൾ അതിലൂന്നിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ശരിക്കും മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ചൈന ഫോക്കസ് ചെയ്യുന്നത് അതിലൊന്നുമല്ല. അതായത് ചൈന ഫോക്കസ് ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ്, IoTയിലാണ്, സ്മാർട്ട് മാനുഫാക്ചറിങ്ങിലാണ്, ഡ്രൈവർലെസ് കാർസ് അല്ലെങ്കിൽ ഓട്ടോണോമസ് വെഹിക്കിൾ, ഡ്രോൺ, ഇത്തരത്തിലുള്ളൊരു വിശാലമായ ഒരു നമ്മുടെ ഫ്യൂച്ചറിന് 10 കൊല്ലത്തെ അല്ലെങ്കിൽ 20 കൊല്ലത്തെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കാണ് ചൈന ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പവർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ളൊരു ബുക്കിൽ ഇത്രയും കൃത്യതയോട് കൂടിയിട്ട് ഈ ഒരു ഇവൻറ്റ് നടക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുകയും അതുപോലെയുള്ളൊരു സമാനമായ രീതിയിലുള്ള ഇൻസിഡൻറ്റ് നടക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു അതിശയോക്തി കലർന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മളിപ്പം ഹരീഷ് പറഞ്ഞ ഒരു സൂപ്പർ പവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. അപ്പൊ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷന്റെ അതിന്റെ ഒരു ഗുണഫലങ്ങളും അല്ലെങ്കിൽ അതിന്റെ അത്ര നല്ലതല്ലാത്ത രീതിയിലത്തെ ഫലങ്ങളും. കാരണം ഇന്ത്യ നമുക്കറിയാം ഒരു 90s വരെ നരസിംഹറാവു സർക്കാർ വരുന്നവരെയൊക്കെയുള്ള ഒരു പീരീഡില് ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് അത്ര താല്പര്യം ഇല്ലാത്തൊരു ഒരു വിഷയമായിരുന്നു അത്. ഇവിടെ തന്നെയും പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റൊക്കെ അതിനെതിരായിട്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഗ്ലോബലൈസേഷനുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുന്നതിന് എതിരായിട്ട്. ഇതിപ്പം 90 മുതൽ ഇപ്പം 2020 വരെ എടുക്കുന്ന ആ ഒരു പീരീഡിൽ ഒരു 30 വർഷം കൊണ്ട് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മൾ അന്നത്തെ പൊളിറ്റിക്കൽ ഡിസിഷൻസ്, അതായത് ഗ്ലോബലൈസേഷന് എതിരായിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെന്റ് അതൊക്കെ ശരിയാണെന്നാണോ, അല്ലെങ്കിൽ കാരണം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പം മൊത്തം ഈ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഒരു പെർട്ടിക്കുലർ കൺട്രി മാറുമ്പോൾ അത്രയും ഡിപ്പെൻഡൻസി നമുക്ക് എല്ലാവർക്കും വരികയാണ്. എല്ലാ കൺട്രീസിനും അവിടെ ഒരു ഡിപ്പെൻഡൻസി വരുന്നു. ആ ഒരു സിസ്റ്റത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് ലോകത്തിന് മൊത്തം അത് ബാധിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴേ ഈ ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വീണ്ടും ഒരു റീജിയണലൈസേഷൻ, അറ്റ്ലീസ്റ്റ് അത് ഒരു കോണ്ടിനെന്റൽ ലെവൽ റീജിയണലൈസേഷനിലെങ്കിലും മാറി ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ മെക്സിക്കോ അല്ലെങ്കിൽ ഇന്ത്യ അതേപോലത്തെ കൺട്രികളിൽ ഒരു പാരലൽ സിസ്റ്റം ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത US പോലുള്ള രാജ്യങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും അതിനെ പറ്റിയിട്ടുള്ളൊരു
ഒരു അണ്ടർസ്റ്റാൻഡിങ്. സപ്ലൈ ചെയിൻ ഇപ്പം പറയുവാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ഈ ജനറേഷനാണ് ഏറ്റവും കൂടുതൽ കൺവീനിയൻസ് എന്ന് പറഞ്ഞുള്ളൊരു ഫാക്ടർ അനുഭവിക്കുന്നത്. നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാം, ഏകദേശം ഒരു 20 കൊല്ലം 30 കൊല്ലമൊക്കെ മുമ്പ് നമുക്ക് ഒരു ഇപ്പം ബാങ്കിങ് എന്നുള്ളൊരു പ്രോസസ്സ്, ഒറ്റ പ്രോസസ്സിങ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്ന് അതൊക്കെ സംഭവിക്കുന്നത് ഒരു ഫിംഗർ പ്രിൻറ്റിലോ അതുപോലെ തന്നെ ഒരു ഫേഷ്യൽ റെറ്റിന സ്കാനിലോ ഒക്കെയാണ് ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഒരു കൺവീനിയൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് നമ്മളുടേത്. അത് എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സപ്ലൈ ചെയിൻ്റെ ഇൻ്റർ കണക്ടിവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റാണത്. അപ്പം ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്നുള്ള പോലെ തന്നെ ഇപ്പം നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളിപ്പം ഇത്തരത്തിലുള്ളൊരു അറ്റാക്കോ ഒരു പാൻഡമിക്കോ ഈ ഒരു ഇത്തരത്തിലൊരു കൊറോണ വൈറസ് COVID-19 എന്ന് പറഞ്ഞ ഇത്ര വൈറസൊക്കെ നമുക്ക് ഈ വരുമ്പോൾ ഇത്തരത്തിൽ എങ്ങനെയുള്ളൊരു ഇമ്പാക്റ്റാണ് ഇത്തരത്തിലൊരു കണക്റ്റഡ് ആയിട്ട് സപ്ലൈ ചെയിൻ സംഭവിക്കാമെന്ന് ഒരിക്കലും നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഫോർസീ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി. ഈവൻ ഇത് ട്രിഗർ ചെയ്തപ്പോൾ പോലും നമ്മളൊരു ഡിഗ്രി ഓഫ് ഡിനയൽ ഉണ്ടായിരുന്നു. ഒരു സാഴ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തത്. സാഴ്സ് വൈറസ് സംബന്ധിച്ചത് ഒരു മോർട്ടാലിറ്റി റേറ്റ് 10% ആയിരുന്നു. ഇപ്പം കോവിഡിന് ഇത് ആക്ച്വലി 1% ഉള്ളൂ. സോ നമ്മളതുകൊണ്ട് വറി ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യൽ നമ്മുടെ ഒരു നിഗമനമൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്കിന്നറിയാം, ചൈനയെ നോക്കുവാണെങ്കിൽ സാഴ്സിൻ്റെ 2008 2009 സംഭവിക്കുന്നത്. ആ സമയത്ത് ലോകത്തിൻ്റെ ചൈനയോടുള്ള ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു. അപ്പം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ചൈനയുടെ ഒരു ലോകത്തിലേക്കുള്ള ചൈനയുടെ ഒരു കോൺട്രിബ്യൂഷൻ എടുത്ത് നോക്കിയാൽ ഏകദേശം 4% മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അതൊരു 16%-ലേക്കാണ് നിൽക്കുന്നത്. ഒരു 4 മടങ്ങുള്ളൊരു വർധനയൊക്കെ ഉണ്ട്. അപ്പം ചൈന ആക്ച്വലി ഒരു ഫാക്ടറി ഫ്ലോറാണ്, ലോകത്തിൻ്റെ തന്നെ ഒരു ഫാക്ടറി ഫ്ലോറാണ്. ഒരുപാട് പ്രോഡക്ട്സ്, പല രീതിയിലുള്ള പ്രോഡക്ട്സ് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലൊരു ഇവൻറ്റ് സംഭവിക്കുന്നു, ചൈന ലോക്ക്ഡൗൺ ആവുന്നു, 2-3 മാസത്തേക്ക് പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അതിനുള്ളിൽ തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് എല്ലാം അത് സ്പ്രെഡ് ആവുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പിക്ചർ. ഇത്രയും സമയത്തിനുള്ളിൽ നമ്മുടെ സപ്ലൈ ചെയിനും അതുപോലെ തന്നെ ഷിപ്പിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡ്, ഇൻ്റർനാഷണൽ ട്രേഡ്, ഇതൊക്കെ തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ആക്ച്വലി ഇപ്പോൾ റോഷൻ പറഞ്ഞ പോലെ ഈ ഒരു ഡിപ്പെൻഡൻസി, ചൈനയോടുള്ളൊരു ഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ ഏതൊരു രാജ്യം ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ഡിപ്പെൻഡൻസി നല്ലതാണോ, അതല്ല നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളൊരു വഴി കൂടെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പം നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു റോഷൻ, ഇന്ത്യ ഒരു ചോയ്സാണ്, അതുപോലെ തന്നെ ബ്രസീൽ ഒരു ചോയ്സാണ്, ഇപ്പോൾ വിയറ്റ്നാം, ഒരുപാട് കമ്പനികൾ വിയറ്റ്നാമിലേക്ക് പോകുന്നുണ്ട്, ഇന്തോനേഷ്യയിലേക്ക് പോകുന്നുണ്ട്, ബംഗ്ലാദേശ് ഒരു ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശാണ് ഒരു മാനുഫാക്ചറിങ് ഹബ്ബ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മറ്റെല്ലാം ഉണ്ട്, പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളിപ്പോഴും ലാക്കിയാണ്. ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം US ഒരു ബ്രാൻഡ്, ലക്ഷറി ബ്രാൻഡായിരിക്കാം, അവരുടെ നെക്സ്റ്റ് സീസണിലേക്കുള്ളൊരു ഗുഡ്സ് ഇവിടെ ഓർഡർ ചെയ്യുമ്പം അതിലെ ലീഡ് ടൈം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അത് 40 ദിവസം എന്ന് പറഞ്ഞൊരു ലീഡ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ അത് തീർത്ത് കൊടുക്കാൻ പറ്റണം. അതോടൊപ്പം തന്നെ വരുന്നൊരു പോയിൻ്റാണ് ആക്സസറീസ്. അതിൻ്റെ ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ഷർട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ബട്ടൺ, അതുപോലെ തന്നെ വരുന്ന ഇത്തരത്തിലൊരു ആക്സസറി മാർക്കറ്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ ഇതെല്ലാം ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. മാർക്കറ്റ് ഫാക്ടറീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇത്രയും വലിയ മാസീവ് സ്കെയിലുള്ള ഹോൾസെയിൽ മാർക്കറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹോൾസെയിൽ മാർക്കറ്റ്സും അവൈലബിൾ ആണ്. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഒരു സോഷ്യൽ അൺട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു വളരെ, അതായത് ഗവൺമെൻറ്, അവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് ഒരു അൺസ്റ്റെബിലിറ്റി ആണുള്ളതെങ്കിൽ ഇതൊക്കെ ഈ ബിസിനസ്സിൽ ബാധിക്കും. സോ എല്ലാം കൊണ്ടും സെക്യൂർ ആയിട്ടുള്ള, അല്ലെങ്കിൽ മാസീവ് സ്കെയിലിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നല്ലതായിട്ടുള്ള നിലവിൽ ലോകത്തിലെ രാജ്യങ്ങളിൽ വെച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരേ ഒരു ചോയ്സ് എന്ന് പറഞ്ഞത് നിലവിൽ ഇപ്പോൾ ചൈനയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ചൈനയായിട്ടുള്ള ഈ ഒരു ഡിപ്പെൻഡൻസി ഇത്ര നാൾ ഉണ്ടായത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ, ഈ വൈറസ് ഇപ്പോൾ കോവിഡ് ബ്രേക്ക് ഔട്ടിൻ്റെ ഈ ഒരു പോയിന്റിൽ എല്ലാവരും ലോകം മുഴുവൻ ചിന്തിക്കുന്ന ഒരു പോയിന്റ് അത് തന്നെയാണ്. ഇത്തരത്തിലൊരു ഡിപ്പെൻഡൻസി നമുക്ക് ആവശ്യമാണോ, വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനൊരു റീവാമ്പ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ തന്നെ റീഇൻവെൻ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളെല്ലാവരും മുന്നിൽ ഉയർന്നത്. റൈറ്റ്. സോ ഹരീഷിനകത്ത് ഇപ്പം എന്താ പറയുക, ഒരു ഡിസംബറിൽ ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. 2-3 മാസം ചൈന കംപ്ലീറ്റ് ലോക്ക്ഡൗണിലേക്ക് പോകുന്നു. അതിനുശേഷം കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ചൈനയുടെ മാർക്കറ്റുകൾ ഓപ്പൺ ആവുന്നു. ഓക്കെ,
ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ചൈനയ്ക്ക് കംപ്ലീറ്റ് ഒരു അവരുടെ അതുവരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ നമുക്ക് വേണ്ട ഈ ഹെൽത്ത് കെയർ മെഷീനറീസ് അല്ലെങ്കിൽ അതിന്റെ മാസ്ക് അല്ലെങ്കിൽ PPEs എന്നൊക്കെ പറയുന്ന ഐറ്റംസ് അത് നോർമലി അവർ അത്ര മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവില്ല മുമ്പ് അല്ലെ, കാരണം അത്ര ഡിമാൻഡ് അതിനുണ്ടായിരുന്നില്ല, വളരെ മിനിമൽ ഡിമാൻഡ് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ ഇപ്പം അത് വളരെ എന്താ പറയാ ഷൂട്ടപ്പ് ചെയ്തു, വലിയ രീതിയിലത്തെ ഡിമാൻഡ് അതിന് വരികയാണ്. പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ചൈന ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തു വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ആ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് ചൈനയ്ക്ക് സാധ്യമാകുന്നത്? ഒരു ചൈനയുടെ ഫാക്ടറീസിനെ അവർ എങ്ങനെയാണ് മോൾഡ് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് അവർ എത്തിക്കുന്നത്? ഇതാണ് ചൈനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള ഈ മെഷീൻസും അവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഇപ്പം റോഷൻ പറഞ്ഞ പോലെ മാസ്ക് ചൈനയുടെ ഒരു ചൈന പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊരു പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു ഈ ഔട്ട് ബ്രേക്ക് വരെ. ലോക്ക്ഡൗണിന് ശേഷം അവർ എടുക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ലോകവ്യാപകമായിട്ട് ഇത് പടരുകയാണ്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇത് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഇറ്റലി അതായിരുന്നു നെക്സ്റ്റ് എപ്പി സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നീട് ജർമ്മനിയിലേക്ക്, അതുപോലെ തന്നെ ഇപ്പം ഇംഗ്ലണ്ട്, US ഇങ്ങനെ ഒരുപാട് എപ്പി സെൻറ്റേഴ്സ് നമുക്ക് ഇവിടെ വന്നു. അപ്പം ഗ്ലോബൽ ഡിമാൻഡ് റൈസ് ചെയ്യുമ്പം ഇത്തരത്തിൽ നമുക്കൊരു തരത്തിൽ നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് വിളിക്കാം. അതല്ലെങ്കിൽ ഇപ്പം അവരതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ആക്ഷൻ എടുക്കാനായിട്ട് ഗവൺമെൻറ് തന്നെയാണ്, അത് ആക്ച്വലി ഗവൺമെൻറ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കുള്ള സപ്പോർട്ടും എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുന്നത് ഗവൺമെൻറ് തന്നെയാണ്. അപ്പം ഒരു പക്ഷേ ഒരു ഗാർമെൻറ്റ് ഫാക്ടറി ആയിരിക്കും, അവർ ചിലപ്പോൾ ഒരു ലക്ഷറി ബ്രാൻഡ്, ലക്ഷറി ക്ലോത്തിങ് ചെയ്യുന്ന ഒരു ഗാർമെൻറ്റ് ഫാക്ടറി ആയിരിക്കാം. പക്ഷേ ഇതൊരു ഡിമാൻഡ് റൈസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അതിനുള്ളിലേക്ക് വരും. അതിൻ്റെ ഇപ്പം എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള എക്യുപ്മെൻ്റ് ഒരു പർച്ചേസ് ചെയ്യും, ഒരു മാസ് പ്രൊഡക്ഷനിലേക്ക് അവർ മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പം നമ്മളെടുത്ത് ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മാസ്ക്, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ PPE, അതുപോലെ തന്നെ ഈ ലാറ്റക്സ് ഗ്ലൗസ്, ഗോഗിൾസ്, ഇത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും മെഡിക്കൽ സപ്ലൈയുടെ ഡിമാൻഡ് ഉയർന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ മാനുഫാക്ചറിങ്ങും അല്ലെങ്കിൽ പ്രൊഡക്ഷനും ഇവിടെ ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഇത്തരത്തിലൊരു ഔട്ട് ബ്രേക്ക് സംഭവിക്കുമ്പോൾ മറ്റുള്ള കമ്മോഡിറ്റീസ്, മറ്റുള്ള ഈ പ്രൊഡക്ഷനൊക്കെ ലോ ഡിമാൻഡിലേക്ക് പോകും. ആകെ മെഡിക്കൽ സപ്ലൈക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അപ്പോൾ ചൈന ഇത്ര നാൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആ പീരീഡിനെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുള്ളൊരു മെഷറാണ്, അല്ലെങ്കിൽ അത് എടുത്തുള്ളൊരു സ്ട്രാറ്റജിയാണ് ഈ മെഡിക്കൽ സപ്ലൈയിലേക്ക് ചൈനയിലുള്ള ഫാക്ടറികൾ മൊത്തം തിരിയുക എന്നുള്ളത്. എൻ്റെ പരിചയത്തിലുള്ള മാനുഫാക്ചേഴ്സ് മുഴുവനും ഇപ്പം മാസ്ക് സെൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം അതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം റോഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, അപ്പം അടുത്ത് വന്ന ഇപ്പം US, അതുപോലെ തന്നെ UK, നെതർലാൻഡ്, ഈ 3 രാജ്യങ്ങളും സ്പെയിൻ, ഈ 4 രാജ്യങ്ങളും ചൈനയിൽ നിന്ന് വന്ന മാസ്കിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആക്ച്വലി നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യുന്ന ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂസ് പടത്തിൽ നമ്മൾ കാണുകയുണ്ടായി. ഈവൻ ഒരു ക്രൈസിസ് മൊമെൻറ്റിലാണെങ്കിലും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ദേ വിൽ ട്രൈ ടു മേക്ക് യൂസ് ഓഫ് ദാറ്റ്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും സാധ്യതകൾ തന്നെയാണ് നമ്മളെ മുമ്പോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത്. ഏതൊരു അങ്ങനത്തെ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ സാധ്യതകൾ കാണുക എന്നുള്ളത് തന്നെയാണ് ഒരു മുമ്പോട്ട് പോക്കിന് എല്ലാ ആൾക്കാരെയും നയിക്കുന്ന ഒരു വലിയൊരു ഫാക്ടർ. ഇപ്പം ഇതില് നമ്മളിപ്പം ഇന്ത്യയും ചൈനയും അല്ലെങ്കിൽ കേരളവും മറ്റേതൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൈനയില് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡ് അനുഭവിച്ച് കഴിഞ്ഞ ഒരാൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് ലോക്ക്ഡൌൺ പീരീഡിൽ നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ ഉള്ള സംഭവങ്ങളുണ്ടോ? അതായത് അവിടെ ഹരീഷ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് ചില കാര്യങ്ങൾ, കാരണം അവിടെ ഒരു ടെക്നോളജി ലെവലിൽ അവർ വളരെ ഒരു ഹൈ ലെവലിൽ നിൽക്കുകയാണ്. നമുക്ക് ചിലപ്പം അത് അതേപടി ഒറ്റയടിക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ചില മെഷേഴ്സ് ഉണ്ടാവും, വളരെ ചെറിയ രീതിയിലാണ്, ചെറിയ കാര്യമാണെങ്കിലും പക്ഷെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ ഗവൺമെന്റിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ആ തരത്തിലുള്ള എന്തെങ്കിലും ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇത് പ്രധാനമായിട്ട് 2 മോഡലുകളാണ് ആക്ച്വലി നമുക്ക് ഇപ്പം നമ്മുടെ മുന്നിൽ, 2 സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയാൻ പറ്റും. ഒന്ന് ഇറ്റലിയുടെ, അത് ഒരുപാട് ടെസ്റ്റിംഗ് കൂട്ടുക, ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ ഡെയിലിയുള്ള ടെസ്റ്റിംഗ് നമ്മൾ കൂട്ടുക. അതാണ് അവർ എടുത്തൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു മെഷർ എന്ന് പറയുന്നത്. രണ്ടാമത് ചൈനയുടെ ആണ്, ഒരു ഡ്രാക്കോണിയൻ മെഷേഴ്സ് അല്ലെങ്കിൽ ഒരു അതോറിറ്റേറിയൻ അപ്രോച്ച് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അത് പുറത്ത് നമുക്ക് നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ
അതിൻ്റെ പിന്നിൽ ഇപ്പോൾ റോഷൻ പറഞ്ഞ പോലെ ഒരുപാട് ടെക്നോളജി അവർ ഉപയോഗിച്ചിട്ടാണ് അവർ ഇത്തരത്തിൽ കൊറോണയെ അവർ പ്രതിരോധിച്ചത്. പക്ഷേ അത് കൊറോണയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ടെക്നോളജി എന്ന് വെച്ചാൽ അല്ല. കാരണം അവരുടെ ഒരു സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു നോവൽ കൺസെപ്റ്റാണ്. 10 കൊല്ലം മുമ്പ് അവർ ഭാവന ചെയ്തൊരു കൺസെപ്റ്റാണത്. അവരതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇൻഡിവിജ്വലിനെയും മോണിറ്റർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ മോണിറ്റർ ചെയ്യുക, അതിന് ഗ്രേഡ് ചെയ്യുക, അതിലൊരു മാർക്ക് കൊടുക്കുക, അതിനുശേഷം ആ മാർക്കിൻ്റെ ബേസിൽ റെസ്ട്രിക്റ്റ് ചെയ്യുക അവരുടെ മൂവ്മെൻറ്റ്, അതല്ലെങ്കിൽ അവരുടെ പ്രിവിലേജസ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ആക്ച്വലി സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഓൾറെഡി അവർക്കൊരു മാസ് സർവൈലൻസ് സിസ്റ്റം ഉണ്ട്. മാസ് സർവൈലൻസ് സിസ്റ്റം എന്ന് പറയുമ്പം 350 മില്യൺ CCTV ക്യാമറാസ് ചൈനയുടെ എല്ലാ ഭാഗത്തുമായിട്ട് ഇപ്പോൾ അവർ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരാളുടെ അപ്പം ഒരു തെർമൽ ടെമ്പറേച്ചർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ റിയൽ ടൈം ഫേസ് ട്രാക്കിംഗ്, ഇതൊക്കെ പോസിബിളാണ്. അതുമാത്രമല്ല ഈ ഡാറ്റയൊക്കെ റിയൽ ടൈം ആയിട്ട് ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിലേക്ക് അവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. ജിയോ ലൊക്കേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ പിങ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഡാറ്റ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരുടെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. WeChat, അതുപോലെ തന്നെ ഇപ്പോൾ ടെൻസെൻറ്റിൻ്റെ ഒരു ആപ്പാണ് WeChat, അതുപോലെ തന്നെ ആലിബാബയുടെ ഒരു ആപ്പാണ്. ഇത്തരത്തിലുള്ള ആപ്പുകളും അതുപോലെ തന്നെ ടെക് കമ്പനീസൊക്കെ ഗവൺമെൻറ്റായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിയാണ് ഒരു സെൻട്രൽ പാർട്ടായിട്ട് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്, അവരുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ കൊറോണയെ പ്രതിരോധിക്കുന്നതിൽ. പക്ഷെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പം ആക്ച്വലി ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യയാണ് ആക്ച്വലി നമ്മുടെ ഒരു സിലിക്കൺ വാലി എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. ഒരുപാട് റിസർച്ച്, ലോകത്തിൻ്റെ തന്നെ എല്ലാ മൾട്ടിനാഷണൽ കമ്പനികളുടെ റിസർച്ച് വിങ് അല്ലെങ്കിൽ റിസർച്ച് നടക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പം എന്തുകൊണ്ടും ഇത്തരത്തിലൊരു ടെക്നോളജിക്കൽ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റേണ്ട ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ്. കാരണം ഇത്രയധികം സോഫ്റ്റ്വെയർസും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രെയിൻ പവർ ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഒരു ലിമിറ്റേഷൻസ് അതിലുണ്ട്. കാരണം ഇതൊരു ഡെമോക്രാറ്റിക് സിസ്റ്റമാണ്. നമുക്ക് ഒരു ഇത്തരത്തിൽ ചൈന സ്വീകരിച്ച ഡ്രാക്കോണിയൻ മെഷേഴ്സ് ഒന്നും ഒരുപക്ഷെ നമുക്ക് അവിടെ സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്വീകാര്യ മെഷർ എന്ന് പറയുന്നത് നമ്മൾ തന്നെ എടുക്കുന്നൊരു പ്രിവെൻറ്റീവ് മെഷറാണ്. അപ്പം അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഉദാഹരണത്തിന് ഇവിടെ ലോക്ക്ഡൗൺ ആയിട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ സമയത്ത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, സുഹൃത്തുക്കളും അതുപോലെ തന്നെ റിലേറ്റീവ്സൊക്കെ വിളിക്കുകയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമെന്ന് പറഞ്ഞു, ഇവിടെ സേഫ് അല്ല എന്ന് പറയും. പക്ഷേ ആ ഒരു പോയിന്റിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുക, നമുക്ക് റിസ്ക് എന്തായാലും ഉണ്ട്. അതിൽ റിസ്ക് ഇപ്പം വുഹാനിൻ്റെ പോലെയുള്ളൊരു സ്ഥലമായി ഗ്വാങ്ജോ മാറിയിരുന്നെങ്കിൽ ഒരു റിസ്ക് കൂടുതലായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചുറ്റുവട്ടത്ത് ഈവൻ എൻ്റെ താഴെയുള്ള ഫ്ലോറിലുള്ള ആളുകൾക്ക് പോലും ഈ കോവിഡ് ഉണ്ടായിരുന്നു, ഈ ഒരു വുഹാനിൽ നിന്ന് വന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മളൊരു പാനിക് ആവാം, അല്ലെങ്കിൽ ഹിസ്റ്റീരിയ മീഡിയയിൽ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എഫക്റ്റഡ് ആവും നമ്മളതിലൊക്കെ ആ പോയിന്റിൽ. പക്ഷേ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വളരെ ലോജിക്കലായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്, ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ, അതായത് ഒരു പക്ഷേ ഒരു ടാക്സി പിടിക്കേണ്ടി വരുമായിരിക്കാം, ഒരു ഫ്ലൈറ്റ് എടുക്കേണ്ടി വരികയായിരിക്കാം, അതല്ലെങ്കിൽ തിരിച്ച് എയർപോർട്ടിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ഇത്ര നേരം ട്രാവൽ ചെയ്ത് എയർപോർട്ടിലെത്തി തിരിച്ച് വീട്ടിലെത്തുന്ന അത്രയും ഒരു 8-10 അല്ലെങ്കിൽ 12 മണിക്കൂറിൻ്റെ ഒരു ടൈം സ്പാനിനുള്ളിൽ ഞാൻ വൾണറബിലിറ്റി ഉണ്ട് അതിൽ ഞാൻ കോൺട്രാക്ട് ചെയ്യാനുള്ള, ഈ വൈറസിനെ കോൺട്രാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് ഈ മുറികൾ, ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന ഈ സ്പേസ് തന്നെയാണ്. അപ്പം അത് തന്നെയാണ് നമുക്ക് ചെയ്യാവുന്നത്. ആക്ച്വലി നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക, ക്വാറൻറ്റീൻ, നമ്മൾ ഇനി അതായത് മറ്റൊരാളുടെ ഉത്തരവോ അല്ലെങ്കിൽ ഒരു കമാൻഡ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു കോൺഷ്യസ്ലി നമ്മൾ തീരുമാനിക്കുകയാണ്, ഒരു ഡിസൈഡ് ചെയ്യാണ്, ഞാൻ ക്വാറൻറ്റീൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു ഐസൊലേഷനിൽ ഇരിക്കുകയാണ് ഒരു 2 months. അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും സേഫായിട്ടൊരു മെഷർ എന്ന് പറയുന്നത്. പക്ഷേ എത്ര ആൾക്ക് അത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ എക്കോണമി ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇപ്പോൾ ഡെയിലി വേജസിന് പോകുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു മെഷർ എന്താണ്, ഏറ്റവും നല്ലൊരു മെഷർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, ഐസൊലേറ്റ് ചെയ്യുക, നമ്മൾ 2 മാസം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുക. ഇതാണ് ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഇപ്പോൾ ചൈനയിൽ ഒരു സെക്കൻഡ് വേവ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ചൈനയിൽ അങ്ങനെ സെക്കൻഡ് വേവ് ഉണ്ടോ? രണ്ടാമതും COVID-19 അവിടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ടോ? അതിൽ സെക്കൻഡ് വേവിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ചൈനീസ് കമ്മ്യൂണിറ്റി നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. ഓസ്ട്രേലിയയിലായാലും ലണ്ടനിലായാലും ചൈനീസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം ഇത്തരത്തിൽ അവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ അവിടെ പാനിക്കായി അവർ സ്വാഭാവികമായിട്ടും സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു വരാവുന്നൊരു പ്രവണത അങ്ങനെ കണ്ടുവരുന്നുണ്ട്.
അപ്പം ഇത്തരത്തിൽ വരുന്ന ആൾക്കാരിൽ ഒരുപക്ഷെ അസിംറ്റമാറ്റിക് ആയിരിക്കാം, അത് അവർ ഒരു ഹിഡൻ കരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. പുറം ലോകം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ് നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു ഇൻ്റർ കണക്റ്റഡ് ആയ വേൾഡാണ്. ഒരുപാട് പേര് ബിസിനസ് ആവശ്യത്തിനൊക്കെ കാൻഡൻ ഫെയർ അതൊരു വളരെ വലിയ ഇവൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കും അല്ലാതെയൊക്കെയായി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗോങ്ജു എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഹിഡൻ കേരിയേഴ്സ് ഈ വൈറസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ അടുത്തുള്ളൊരു ലോക്കൽ ട്രാൻസ്മിഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. ഇപ്പം അടുത്ത 3-4 ദിവസം മുമ്പ് എടുത്തൊരു തീരുമാനമാണ് ഫോറിനേഴ്സിനെ എല്ലാവരെയും ബാൻ ചെയ്തു അവരുടെ, ഈവൻ വിത്ത് വാലിഡ് വിസ. ആർക്കും ഇവിടെ വരാൻ പറ്റില്ല. അതൊക്കെ ചൈന ഭയപ്പെടുന്നത് അടുത്ത ഒരു വേവ്, ഇപ്പോൾ ഹോങ്കോങ് തൊട്ടടുത്തെടുക്കുന്ന സ്ഥലമാണ്, അവിടെ ഇപ്പം 3rd വേവാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. ഞാനൊരു 2nd വേവിലേക്കോ 3rd വേവിലേക്കോ ലോകം പോവാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, വിൽ കണക്ട് അഗൈൻ. താങ്ക് യു. ബൈ. താങ്ക് യു റോഷൻ.